കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്കാണ് ഞാൻ ഇൻക്യുബേറ്റർ കൊടുക്കുന്നത്. 2500 രൂപയ്ക്ക് 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ നമ്മുടെ KRS ഇൻക്യുബേറ്റർ സെൻറ്ററിൽ മാത്രം കിട്ടുള്ളൂ, വേറെ എവിടെയും കിട്ടിയേടാ. ഈ വീഡിയോ കാണുന്ന 4 പേർക്ക് 4 ഇൻക്യുബേറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ KRS ഇൻക്യുബേറ്റർ സെൻറ്റർ 4 ഇൻക്യുബേറ്റർ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു സംരംഭം, നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇൻക്യുബേറ്റർ കണ്ടില്ല, ഇതൊക്കെ ഇൻക്യുബേറ്റർ ആണ്. ഈ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ആൾറെഡി ഒരുപാട് പേര് ഈ ഫീൽഡിലുണ്ട്. അവരുടെ എക്സ്പീരിയൻസുകൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതിനുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള KRS ഇൻക്യുബേറ്ററാണ്. ഈ സ്ഥലം വന്നിട്ട് പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്ര എന്ന് പറയും. എങ്ങനെ നമുക്കൊരു ചെറിയൊരു സംരംഭം തുടങ്ങാം? ചെറിയൊരു സംരംഭം തുടങ്ങുക പറഞ്ഞാൽ ഒരു 2500 മുടക്കി കഴിഞ്ഞാൽ, വെറും 2500 മുടക്കി കഴിഞ്ഞാൽ, 2500 മുടക്കി പറഞ്ഞാൽ നമ്മൾ പണ്ട് 5 വർഷം മുമ്പ് ഒരു ഇൻക്യുബേറ്റർ വീട് ചെയ്തിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് അതേ വിലയാണ് ഇൻക്യുബേറ്ററിന്റെ വില. 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2500 വില ഞാൻ മാത്രം കൊടുക്കുന്നുള്ളൂ കേരളത്തിൽ. അത് കർഷകർക്ക് നല്ല ഗുണം ചെയ്യുന്ന സംഭവമാണ്. അതായത് 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ വെച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിയിപ്പിച്ചാൽ ഒരു 7,000-7,500 രൂപ നമുക്ക് മാസ വരുമാനം അത് ഉണ്ടാക്കാൻ കഴിയും. ഒരു മാസം ലക്ഷങ്ങളൊന്നും പറയുന്നില്ല. ഒരു 7,500-8,000 രൂപ വരുമാനം നമുക്ക് മാസ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അതിലുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കൈ കൊടുക്കും. എൻ്റെ വാട്സപ്പിൽ ജസ്റ്റ് ഹായ് അയച്ചാൽ മതി. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ അവർക്ക് പരിപൂർണ്ണ ബോധ്യ ശേഷം മാത്രം നമ്മുടെ സാധനം വാങ്ങിയാൽ മതി. അത്രയും ഇതിൽ നമുക്ക് കൊടുക്കുന്നുള്ളൂ. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരാളെ പറ്റിക്കുക, അങ്ങനത്തെ പരിപാടി ചെയ്യുന്നില്ല. നമുക്ക് ഫുൾ റിസൾട്ടും കാര്യങ്ങളും കൊടുത്ത ശേഷം അവർക്ക് ബോധ്യം വന്ന ശേഷം മാത്രമേ ഞങ്ങൾക്ക് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഞാനൊരു കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് കോഴി വളർത്തിയിട്ടും നന്നായി ജീവിച്ച ഒരു വ്യക്തിയാണ്. നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്നെ കർഷകർ ഈ നിലയ്ക്ക് ഇപ്പോൾ എത്തിച്ചത്. ഓക്കെ, 5 വർഷം മുമ്പാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അന്ന് എന്താണോ വില പറഞ്ഞിട്ടുള്ളത് ആ വില തന്നെയാണ്. ഒരു മാറ്റവും. പക്ഷേ സാധനങ്ങൾക്കൊക്കെ ഒന്ന് വില കൂടിയിട്ട് കേട്ടോ. എല്ലാ സാധനങ്ങൾക്കും നല്ല വില കൂടി, ഡബിൾ വിലയാണ്. പക്ഷേ എനിക്ക് ചെറിയ ലാഭമുള്ളൂ. ചെറിയ ലാഭം മതി, വലിയ കച്ചവടം. ഞാൻ ബൾക്കായിട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നത്. അതായത് നല്ല ഓർഡർ ഉണ്ട് കേട്ടോ, നല്ല ഓർഡർ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ സൺഡേ ഞങ്ങൾ വരുന്നത്, അപ്പോൾ പോലും ആകെ തിരക്കാണ്. കാര്യം അങ്ങനെയാണ്. പല ഭാഗത്തും പല ആളുകൾ വരും, വന്ന് വാങ്ങിട്ട് പോകും. രാത്രി അടക്കം വണ്ടിക്കാർ വന്നിട്ട് വന്ന് സാധനങ്ങൾ വാങ്ങിട്ട് പോകുന്നുണ്ട്. എനിക്കറിയേണ്ടത് ഈ ഒരു ബോക്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചു, 2500 ഈ ഒരു ബോക്സ് വാങ്ങിച്ചു. ഇത് എങ്ങനെയാണ് ബിസിനസ് ആയിട്ട് മാറുന്നത്? ബിസിനസ് ആയിട്ട് മാറുന്നത് നമ്മൾക്ക് ഇതിനകത്ത് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കോഴി വളർത്ത ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാവും. ഇതെല്ലാം മുട്ട വേണമെങ്കിൽ നമ്മൾ എടുക്കാം. കോഴിമുട്ട ആഴ്ചയിൽ 1000 പറഞ്ഞോ ഉണ്ടെങ്കിൽ, കൊത്തുമുട്ടയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ എല്ലാ ജില്ലയിലും ആഴ്ചയ്ക്ക് 1000 മുട്ട ഞാൻ വെച്ചെടുക്കാം. എനിക്ക് അത്ര ഇൻക്യുബേറ്റർ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ മുട്ടയില്ലാതെ കുറേ ഇൻക്യുബേറ്റർ എനിക്ക് സെയിലില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കും സെയിലാവും, അവർക്കും ഗുണവും, എല്ലാവർക്കും ഗുണവും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് ഞാൻ ചെയ്യാം. കോഴിമുട്ട കുഞ്ഞുങ്ങൾ വിരിയിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്, അതിൽ സെയിൽ ചെയ്യാം. കുഞ്ഞ് വിരിയിച്ച് കൊടുക്കുന്നതിലാണ് വരുമാനം. കുഞ്ഞുങ്ങൾ വിരിയിച്ച് കൊടുക്കുന്നതിൽ നല്ല വരുമാനമുണ്ട്. അത് 12 രൂപ മുട്ടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് 50 രൂപ 60 രൂപ, നല്ല നാടൻ കോഴി കുഞ്ഞുങ്ങൾ 60 രൂപ 70 രൂപയ്ക്ക് നമ്മൾ വാട്സപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ പേര സ്റ്റോക്കിൻ്റെ ഇതുപോലേക്കും. പിന്നെ താറാമുട്ടയ്ക്ക് നല്ല കുട്ടികൾ വിരിയിച്ച് കൊടുക്കുന്നുണ്ട്, കാടകൾ വിരിയിച്ച് കൊടുക്കുന്നുണ്ട്. കാടയൊക്കെ 500 വയ്ക്കാം. നമ്മുടെ ഈ ഇൻക്യുബേറ്ററിനകത്ത് 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററിനകത്ത് 500 കാടമുട്ട വയ്ക്കാം. 500 കാടമുട്ട നമ്മുടെ ഒരു സമയത്ത് ഒറ്റ സമയത്ത് 500 മുട്ട വയ്ക്കാം. 400-450 വിരിഞ്ഞാലും അവർക്ക് ലാഭം തന്നെ. അപ്പം അങ്ങനെ കാടം മാത്രം വെച്ച് വിരിയിപ്പിച്ച് ജീവിക്കുന്നുണ്ട്, കോഴി വെച്ച് വിരിയിപ്പിക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിൽ വിരിയിച്ച് ജീവിക്കാം. നമ്മൾ ചെറിയൊരു 2500 വലിയ മുതൽ മുടക്കൊന്നുമല്ല, ഒരു ചെറിയൊരു മുതൽ മുടക്കാണ്. ഒരു വർഷം വാറന്റിയും കൊടുക്കുന്നുണ്ട് ഞാൻ ബോക്സ്. ഒരു വർഷം വാറന്റിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 2500 രൂപ വെച്ചിട്ട് ഒരു വർഷം വാറന്റി ആവുമ്പോഴേക്കും എന്തുകൊണ്ട് അവർക്ക് ഒന്നും നോക്കാം. അത് കാഴ്ച എന്തെങ്കിലും പാർസൽ പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചൂട് സെറ്റ് ചെയ്ത് പാർസൽ ഞാൻ കൊറിയർ അയച്ചു കൊടുക്കും. കൊറിയർ അയച്ചു കൊടുത്താൽ 4 സ്കൂൾ കണക്ഷൻ മാത്രം കൊടുക്കാൻ വേണ്ടിയുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് 7 വർഷമായിട്ട് സംരംഭം തുടങ്ങിയിട്ട് 7 വർഷമായിട്ട് ഞാൻ കർഷകരെ വെറുപ്പിക്കാതെ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. തമിഴ്നാട് അടക്കം നമുക്ക് ഓർഡർ. തമിഴ്നാട്ടിലേക്കുള്ള സാധനം മതി ഐസ് ബോക്സ്. കേരളത്തിലേക്ക് ഐസ് ബോക്സ് കൊടുക്കുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഈ ബോക്സ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ബോക്സിന്റെ വലിപ്പവും നീളം എല്ലാം വേണം. കേരളത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇങ്ങനത്തെ ബോക്സ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ബോക്സ്. തമിഴ്നാട്ടിലേക്ക് ലോങ്, കർണാടകയ്ക്ക് ലോങ് ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയും ഒരു 80-85% റിസൾട്ടും പറയുന്നുള്ളൂ. കാരണം ഐസ് ബോക്സിന് ഇതിന്റെ ഗുണം അത് കിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വീതി ഹൈറ്റൊക്കെ ഒന്ന് വേണം. ഇപ്പൊ മാർക്കറ്റിൽ മുട്ട വിരിച്ച് കൊടുക്കുന്നതിന് എത്ര രൂപ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും? ഒരു മുട്ട ഞങ്ങൾ ശരിക്കും 8 രൂപ 9 രൂപയ്ക്ക് ആളുകൾ വിരിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വിരിച്ച് കൊടുക്കുന്ന 8 രൂപ 9 രൂപയ്ക്ക് ലേഡീസുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല ഭാഗത്തും നമ്മളിന്ന് 5-6 മുങ്കിയോട്ടം കൊണ്ടുപോയിട്ട് വിരിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെന്താ പറയുക അവർക്ക് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഇതും കൂടി ജീവിക്കുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അവരിൻ്റെ നമ്പറുകളുണ്ടാവും. അവരുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കിത് കറക്റ്റ് ആണോ എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം നമ്മൾ ചെയ്തോളൂ. 2500 മുടക്കുമ്പോൾ അതിനായി നമ്മൾ ഉത്തരവാദിത്തം നമുക്ക് കാണിച്ചോളം ചെയ്യുള്ളൂ. എന്തായാലും നിങ്ങൾ എന്തായാലും ഇതുവഴി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വീട്ടമ്മമാരെന്നല്ല വയ്യാത്ത ആളുകളുണ്ട്, ഒരുപാട് ഉള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഗുണം ആണ് ഈ സംഭവം. ചെറിയൊരു ഒരു ഇത് മാത്രമേ ഉള്ളൂ, വലിയ മാത്രം മുടക്കില്ല. പിന്നെ 100 മുട്ട വയ്ക്കുന്നതുണ്ട്, അത് വീട്ടാവശ്യത്തിന് കൊടുക്കണം. 100 മുട്ട കോഴിമുട്ട വയ്ക്കുന്നുണ്ട്, അതിന് 1800 രൂപ ചാർജ്. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇത് നമ്മൾ സംരംഭം തുടങ്ങുന്ന മുമ്പ് ഈ സാധനം 3000 രൂപ വിലയായിരുന്നു. ഞാൻ പണ്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് ഇതാക്കിയപ്പോൾ പക്ഷെ ഇതിന്റെ ബാക്ക് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ബാഡ് ക്യാമ്പയിൻ ഇടുന്നുണ്ട്. ഇതിന്റെ ബാക്ക് പൊളിഞ്ഞ ആളുകൾ നമ്മൾ ബാഡ് ക്യാമ്പയിൻ നമുക്ക് വിഷയമല്ല. നമുക്ക് കർഷകരുണ്ട് നമുക്ക് അവര് മതി, അത്രേ ഉള്ളൂ, വിഷയമല്ല. അതായത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വിജയിക്കുക. എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഫേസ്ബുക്കിൽ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. എനിക്കറിയേണ്ടത് ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ഇൻക്യുബേറ്റർ പ്രൈസ് നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വിലക്കുറവിൽ കേരളത്തിൽ ചെയ്ത ഇദ്ദേഹമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ വലിയ സാധാരണക്കാർക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അതായത് ഓട്ടോമാറ്റിക്കും അതും ഇതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉണ്ടായില്ല, ഞാൻ കൊടുക്കുന്നില്ല. ഓട്ടോമാറ്റിക് ട്രേ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാക്കി കൊടുക്കാം, അത് വിഷയമല്ല. ഇത് ചെയ്തത് ഓട്ടോമാറ്റിക് ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. ഒരാളുടെ നിന്നും ബാഡ് വേണ്ടി നമുക്ക് ഇത് 100, 50, 30 ഉണ്ടാക്കി കൊടുക്കാം, വരുമാനം ഉണ്ടാക്കി കൊടുക്കാം. എനിക്കത് വേണ്ട. 100, 200 മതി. ആവശ്യക്കാർ കർഷകർ വന്ന് വാങ്ങിക്കും, അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. 100, 50, 30 ഒക്കെ ഉണ്ടാക്കി ഒരുപാട് ആളുകൾ വില കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ നമ്മളത് നിന്നാൽ ശരിയായില്ല. എനിക്കത് പറ്റിയ പരിപാടികളില്ല. മോശം പണി അറിയുന്ന ആളാണ്. എനിക്ക് വേണമെങ്കിൽ 50, 30 ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഒരുപാട് കച്ചവട ആൾക്കാർ വിളിക്കും. നമുക്കത് ഞാൻ ഉണ്ടാക്കുന്നില്ല. 100, 200 മതി. നമ്മുടെ ബോക്സിന്റെ വില എങ്ങനെയാണ്? ബോക്സിന്റെ വില വന്നിട്ട് 100 കോഴിമുട്ട വയ്ക്കുന്നതാണെങ്കിൽ 1800, 200 കൊറിയർ ചാർജ് 2000, കൊറിയർ ചാർജ് 2000. 200 ആണെങ്കിൽ 2500 വില, 300 കൊറിയർ ചാർജ്. നമ്മൾ കൊറിയറിൽ 360 കൊടുക്കാറുണ്ട്. ഞാൻ 300 വാങ്ങിക്കാം. കേരളത്തിലേക്ക് എല്ലാവിടേക്കും 300 ചാർജ്, എല്ലാവിടേക്കും 300 ചാർജ്. എല്ലാവിടേക്കും കേരളത്തിലേക്ക് എല്ലാവിടേക്കും അയക്കാം 300 ചാർജാണ്. നമ്മളത് പുറത്തേക്ക് നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ 200 കൊടുക്കില്ല. 100, 120 മുട്ടൻ്റെ ഐസ് ബോക്സ് ഉണ്ട്, അത് നമ്മൾ പണിതിട്ട് കൊടുക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അഡാപ്റ്റർ എടുക്കുന്നത് ഞാനാണ്. അഡാപ്റ്റർ എടുക്കുന്നത് ഞാൻ ഇത്രയും ഒരു ഇങ്ങോട്ട് ഇത്രയും വർക്ക് നമ്മൾ പോയതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ എനിക്ക് മെസ്സേജ് കിട്ടി, എനിക്ക് അറിവില്ലേ അത്രയും അഡാപ്റ്റർ നമ്മൾ പെട്ടി കണക്കിൽ അവിടെ ഉണ്ട്. പെട്ടി കണക്കിൽ അഡാപ്റ്റർ ഞങ്ങൾക്ക് എത്തിക്കുക. 10, 300, 400 അഡാപ്റ്റർ ഇതിൽ എനിക്ക് അത് ഇത് വസൂലില്ല. മനസ്സിലായി, അതൊക്കെ നിസ്സാര വിലയ്ക്ക് ഒരു ബൾക്കായിട്ടേക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ കിട്ടുന്നത്. പക്ഷേ ഇതിന്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ്? സക്സസ് റേറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൊണ്ടുപോയവർക്കൊക്കെ നല്ല റിസൾട്ടാണ്. കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്കാണ് ഞാൻ ഇൻക്യുബേറ്റർ കൊടുക്കുന്നത്. 2500 രൂപയ്ക്ക് 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ നമ്മുടെ KRS ഇൻക്യുബേറ്റർ സെൻറ്ററിൽ മാത്രമേ കിട്ടുള്ളൂ. വേറെ എവിടെയും കിട്ടിയേട്ടോ. നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഏത് വെബ്സൈറ്റിൽ നോക്കിയാൽ നമ്മുടെ ഇൻക്യുബേറ്റർ 2500 രൂപയ്ക്ക് നമ്മൾ മാത്രം കൊടുക്കുന്നുള്ളൂ, വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ ഇത് ഒരു കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ പറ്റിയ ഒരു കർഷകർക്ക് ചെറിയ വരുമാനം, ഒരു 7,000, 8,000 മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. എത്ര ടൈപ്പ് നമുക്കുള്ളത്? നമ്മൾ 100, 200. ഈ 2 ടൈപ്പാണ് ഉള്ളത്. ഇത് 200, ഇത് 100. ഇതാ 200 രണ്ട് ഫാൻ, 2 ബൾബാണ് നമ്മൾ ഉപയോഗിക്കുക. 100ൻ്റെ വന്നിട്ട് ഒരു ബൾബ് ഫാൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിതിനകത്ത് ഒരുപാട് ബൾബും തന്നിട്ട് കൊത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ആവശ്യം ഇതാണ്, കറക്റ്റാണ്. നമ്മൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക, വാങ്ങിയാൽ മതി. ഓക്കെ, എങ്ങോട്ടായാലും അയച്ചു കൊടുക്കാം. കേരളത്തിലേക്ക് എല്ലാവിടേക്കും നമുക്ക് വീഴത്തില്ലാട്ടോ. അടുത്ത ടൗണ് കൊറിയർ ഓഫീസെത്തും, അത് വിളിക്കുക, അവർ പോയി കളക്ട് ചെയ്യണം. തമിഴ്നാട്ടിലേക്ക് കൊടുക്കും ബോസാട്ടാ. തമിഴ്നാട്ടിലേക്ക് നമ്മൾ ഐസ് ബോക്സ് എടുത്ത് കൊടുക്കും. 120 മുട്ട വയ്ക്കാട്ടോ. 120 മുട്ട. ഇത് നമ്മൾ തമിഴ്നാട് ആൻഡമാൻ നിക്കോബാർ വരെ പോയിട്ടുണ്ട്. നമ്മുടെ ഇൻക്യുബേറ്റർ കടലിലും കടന്ന് പോയിട്ടുണ്ട്. അതായത് കന്യാപുരം താലൂക്കിൽ ആൻഡമാൻ നിക്കോബാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നതാണത്.
ബഷീർ സാഹിബ് ഉദ്ഘാടനം വയ്ക്കുന്നത് നമ്മുടെ ഇൻക്യുബേറ്ററാണ്. 100ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഞാൻ അത് പറയാൻ വിട്ടുപോയത് അതുവരെ എത്തി. അതിൻ്റെ മോനൊക്കെ പോലെ ലക്ഷദ്വീപൊക്കെ നമ്മുടെ ഇൻക്യുബേറ്റർ എത്തിയിട്ട് കേട്ടോ. ആ അപ്പോൾ ഇതെന്തായാലും ഇതിന്റെ കാരണം മുഴുവൻ നമ്മുടെ കർഷകർ തന്നെയാണ്. ഇത് തുടങ്ങിയ സമയത്ത് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് അവരുടെ പെരുമാറ്റം, അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, അതല്ല കാരണമാണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. ഇനി നമ്മൾ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ഉണ്ട്, കാണിച്ചു തരാം. ഇൻക്യുബേറ്റർ എല്ലാം കാലി കേട്ടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇൻക്യുബേറ്റർ നമ്മുടെ 2-3 വീഡിയോകൾ ഓടിയതുകൊണ്ടേ ഇൻക്യുബേറ്റർ കാലിയാണ്. അപ്പോൾ ഫുള്ള് ലൈനുണ്ട്, അതൊക്കെ കാലിയതാണ്. ഇതാണ് 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ കേട്ടോ. 200 മുട്ട അല്ലേ? ആ, ഇതിൽ അഡാപ്റ്റർ കൊടുക്കും കേട്ടോ. ഓക്കെ. ആ, അഡാപ്റ്റർ കൊടുക്കും, 2 ഫാൻ, 2 ബൾബ്, ഇതെല്ലാം. പിന്നെ 100 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ഞാൻ കാണിച്ചു കേട്ടോ. ഇതിനകത്ത് വന്നിട്ട് ഇതിനകത്ത് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 100 മുട്ട വയ്ക്കുന്നത് ഇതെല്ലാം നമ്മളിവിടെ ഷീറ്റ് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കേട്ടോ. കാഴ്ച റെഡിമേഡ് ബോക്സ് ഹൈറ്റ് എല്ലാം കറക്റ്റാണ്, എന്നാൽ മാത്രം കിട്ടുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇതുണ്ട, ഇതാണ് അഡാപ്റ്റർ. ഇതൊക്കെ ഇതേപോലെ പെട്ടിയായിട്ട് നമ്മൾ എടുക്കുക. കാരണം അതൊക്കെ അവിടെ ഫുള്ള് ഇതാണ് സ്റ്റോക്ക് വെച്ച് നമ്മൾ പെട്ടിയായിട്ട് വയ്ക്കുക. അത് 300-400 ബോക്സൊക്കെ എടുക്കുക. അത് കംപ്ലീറ്റ് അങ്ങനെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബൾക്കായിട്ട് വില കുറച്ച് കിട്ടാൻ കാരണം. ഇത് ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ 250 രൂപ വില വരും. അതും 1 ആമ്പയർ ഉപയോഗിച്ചാൽ മതി. ഞാൻ 2 ആമ്പയർ കൊടുക്കുക. എനിക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു 50 രൂപ, ഒരു 60 രൂപ ലാഭം വയ്ക്കാം. 1 ആമ്പയർ ഇട്ടാൽ ഈ ഇൻക്യുബേറ്റർ വർക്കാവും. നമ്മൾ കൊടുക്കുന്നത് 2 ആമ്പയറാണ്. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി. ഇതിലെനിക്ക് 60 രൂപ ലാഭം ഉണ്ടാക്കാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന കറക്റ്റ് നമുക്ക് നമ്മുടെ വർക്കിന് ബാധിക്കുന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് 2 ആമ്പയർ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കാണിക്കാം, അതിൻ്റെ ആവശ്യമില്ല കൊണ്ടാണ്. വലുതായിട്ട് പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അറിയാതൊക്കെ ഇലക്ട്രോണിക്സ് പല അബദ്ധങ്ങൾ പറ്റും. അറിഞ്ഞുകൊണ്ട് ശരിയല്ല. അതെ, അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഈ വീഡിയോ കാണുന്ന 4 പേർക്ക് 4 ഇൻക്യുബേറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ KRS ഇൻക്യുബേറ്റർ സെന്റർ 4 ഇൻക്യുബേറ്റർ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. കൃഷിമിത്ര ചാനലിലേക്ക് കാണുന്നവർക്ക്, 4 പേർക്ക് നല്ല കമന്റ് ഇടുന്ന ആളുകൾക്ക്, നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ അഡ്രസ് അയക്കുന്ന ആളുകൾ നമ്മൾ കൊടുത്തു വിടും. ഓക്കെ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വാങ്ങാൻ അല്ലേ 2500 പോലും എടുക്കാനില്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് കിട്ടിയ ഒരു ഹെൽപ്പും ആവും. നമ്മളത് ചെയ്യാം. 4 പേർക്ക് കൊടുക്കാം. നല്ല ഷെയറും ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ഷെയറും ചെയ്യുക. നല്ല ലാഭത്തിന്റെ ഒരു പങ്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവർക്കൊക്കെ പരിചയം. ഇവർ കണ്ണടച്ചെന്നാൽ അത് പണി നടക്കുന്ന ആൾക്കാരാണ്. അവര് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് വേറെ ഇതൊന്നുമില്ല, അവർക്ക് വേറെ ചിന്തയൊന്നുമില്ല. കാലത്ത് 1 വൈകുന്നേരം 6 വരെ നോക്കി നിൽക്കി പണി തീർക്കും. അവർക്കെല്ലാം അറിയും. അത് വയർ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കും. അവരുടെ ഫുൾ കാര്യങ്ങൾ അതാണ്. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടേ അവർക്ക് അതിന്റെ ഫുൾ കാര്യങ്ങൾ അറിയാം. അത് ചെയ്തുകൊണ്ടേ ഇരിക്കും അവര്. അത് അവരുടെ ഒരു ഇതായി. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. 5 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ KRS ഇൻക്യുബേറ്റർ ഇവരെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് ചെറിയ രീതിയിൽ അവരൊരു സംരംഭം, ഒരു സൈഡ് ബിസിനസ് പോലെ തുടങ്ങിയൊരു സംരംഭമായിരുന്നു. പക്ഷെ ഇന്നത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മുഖം കേരളത്തിൽ അറിയാത്ത ആരുമില്ല. കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തിന് അറിയാം. അത്രയും വൈഡായിട്ടാണ് ഇപ്പൊ സെയിൽ നടക്കുന്നത് അല്ലേ? തമിഴ്നാട്ടിലൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ എടുത്ത് പോയിട്ടുണ്ട്. തമിഴ്നാട് പോയിട്ടുണ്ട്. ഇനി സെയിൽ അങ്ങോട്ടും പോകും. ഓക്കെ. അപ്പോൾ ഏറ്റവും എടുത്ത് പറഞ്ഞ കാര്യം, വിലയിലൊന്നും ഒരു മാറ്റവും ഇല്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. സക്സസ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഇൻക്യുബേറ്റർ തന്നെയാണ്. വീഡിയോ കാണുന്നവർക്കും സമ്മാനമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യുന്ന 4 പേർക്കാണ് സമ്മാനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 അല്ലെ കൊറിയർ അടക്കം അയച്ചു കൊടുക്കും. കൊറിയർ അത് ഉൾപ്പെടെ അയച്ചു കൊടുക്കും. അവർ വാങ്ങിയിട്ട് യൂട്യൂബ് നോക്കി വെക്കാൻ പാടില്ല. എന്റെ സജഷനിൽ എന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ ഉണ്ടാവും. എന്റെ ചോദിച്ചിട്ട് വെക്കാം. ചോദിച്ചിട്ട് ഇതെല്ലാം പഠിച്ചതിന് ശേഷം തുടങ്ങാം. ഞാൻ പറഞ്ഞു കൊടുക്കാം. അവർക്ക് ഇൻക്യുബേറ്റർ 4 ഇൻക്യുബേറ്ററാണ് ഇവിടെ സമ്മാനം തന്നിട്ടുള്ളത്. കൊടുക്കാം. നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ സെലക്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ അഡ്രസ് അയക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള സമ്മാനമായിരിക്കും.
നിങ്ങൾ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയ കാണുന്നവരാണ്. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന 4 പേരെക്കകത്താണ് ഇവിടെ 4 ഇൻക്യുബേറ്ററാണ് സമ്മാനമായിട്ട് തരാൻ സമ്മതിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും, കൃത്യമായിട്ട് അതിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഗീവ് അവേ എന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞു പോകല്ലേ നമ്മൾ ചെയ്യാറ്. നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം, കൃത്യമായിട്ട് ഗീവ് അവേ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ, മാക്സിമം ഷെയർ ചെയ്യുക, നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 4 പേർക്കാണ് സമ്മാനം.